15 സിനിമകളുടെ OTT റിലീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. OTT അപ്ഡേറ്റ് തമിഴ് സിനിമ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. സിനിമയുടെ OTT റിലീസ് വരാൻ പോകുന്നത് നവംബർ മാസം 4-ാം തീയതിയാണ്. അതും തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ടായിരിക്കും ജിയോ സ്റ്റാർ വഴി സിനിമ OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. അടുത്ത മലയാള സിനിമേന്റെയാണ് മധുരം ജീവാമൃത ബിന്ദു എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 31-ാം തീയതിയാണ് സൈന പ്ലേ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ OTT റിലീസിന് പോകുന്നത്. എന്തായാലും നമ്മുടെ ലാല്, വിനയ് ഫോർട്ട്, അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിച്ച മലയാള സിനിമയും കൂടിയാണ്. കാത്തിരിക്കാൻ നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് ഈ ഒരു സിനിമയ്ക്കായിട്ട് നാളെ. അടുത്തൊരു തമിഴ് സിനിമേന്റെയാണ്. സിനിമേന്റെ OTT റിലീസ് 20-ാം തീയതിയാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ നേരെ നവംബറിലോട്ട് പോയിരിക്കുക. നവംബർ 1-ാം തീയതി ആയിരിക്കും ഇനി ഈ സിനിമ OTT റിലീസിന് പോകുന്നത്. തണ്ട്രകാർണ്യം എന്ന് പറഞ്ഞ സിനിമ ഒരു രാഷ്ട്രീയ സിനിമയാണ്. എന്തായാലും നവംബർ 1-ാം തീയതി നമുക്ക് സിംപ്ലി സൗത്ത് വഴി സിനിമ ആസ്വദിക്കാൻ സാധിക്കും. കാത്തിരിക്കാം നമുക്ക്. അടുത്തൊരു ഇംഗ്ലീഷ് പടത്തിന്റെയാണ്. ഇംഗ്ലീഷ് പടം വരുന്നത് നവംബർ മാസം അല്ല, ഒക്ടോബർ 31-ാം തീയതിയാണ്. നവംബർ മാസത്തിന് മുമ്പ് വരുന്ന ഒക്ടോബർ 31-ാം തീയതിയാണ് ഈ ഒരു ഇംഗ്ലീഷ് സിനിമ OTT റിലീസിൽ പോകുന്നത്. ഒരു ഹൊറർ സിനിമയും കൂടിയാണ്. ദ ഓഫറിംഗ് നോ സോൾ ഈസ് സേഫ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമായിട്ട് സിനിമ ഡബ് ചെയ്ത് നമ്മുടെ ലയൺസ് ഗേറ്റ് പ്ലേ എന്ന് പറഞ്ഞ ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ OTT റിലീസിന് പോവുകയാണ്. അടുത്ത നമ്മുടെ അർജുൻ അശോകന്റെ ഈ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് തലവര എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമ ഈ വരുന്ന ആമസോൺ പ്രൈമിൽ 29-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് മലയാളത്തിലായിട്ട്. മൾട്ടി ലാംഗ്വേജസിനെ കുറിച്ച് നിലവിൽ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. എന്തായാലും വരികയാണെങ്കിൽ ചാനലിൽ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് തമ എന്ന് പറഞ്ഞ രശ്മിക മന്ദാന സിനിമേന്റെയാണ്. ഈ ഒരു സിനിമേന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഒക്കെ നമ്മുടെ ആമസോൺ പ്രൈമായിട്ടാണ് മേടിച്ചിരിക്കുന്നത് സിനിമേന്റെ കരാറ്. എന്തായാലും സിനിമ ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസത്തേക്കാണ് OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിസംബർ 16-ാം തീയതി ആയിരിക്കും സിനിമ ഒഫീഷ്യലായിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമേന്റെ റെന്റ് ഫോർമാറ്റ് ഡിസംബർ 2-ാം തീയതി മുതൽ അവൈലബിൾ ആകുന്നതായിരിക്കും ആമസോൺ പ്രൈമില്. അടുത്ത് നമ്മുടെ പരം സുന്ദരി എന്ന് പറഞ്ഞ ഹിന്ദി സിനിമേന്റെ OTT റിലീസാണ്. നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമസോൺ പ്രൈമില്. ഊക്കുകൾ ഏറ്റുവാങ്ങാനായിട്ട് പുറത്തിറങ്ങിയ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഊക്കുണ്ട് ഈ സിനിമയില്. മലയാളികളെ ഊക്കാൻ നോക്കിയിട്ട് സിനിമ ഉള്ള ഊക്ക് മൊത്തം മലയാളികളെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു പടത്തിന്. രഞ്ജി മണിക്കറൊക്കെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിച്ചു. എന്ത് കണ്ടിട്ടാണാവോ. അടുത്ത കിഷ്കണ്ഠപുരി എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമേന്റെയാണ്. പടം നിലവിൽ നമ്മുടെ Z5 OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതും മലയാളത്തിലും തമിഴും കന്നഡ ലാംഗ്വേജ് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് Z5 ഈ സിനിമയുടെ. ഒരു ഹൊറർ സിനിമയാണ്. അടിപൊളി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമ കണ്ടവർ. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് ഈ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് നവംബർ 5-ാം തീയതി മുതൽ നമ്മുടെ ഇന്ത്യൻ ജിയോ സ്റ്റാറിൽ സിനിമ OTT റിലീസിന് പോവുകയാണ്. നമ്മുടെ മാർവലിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ. ഇനി വരാൻ പോകുന്ന മാർവൽ ഡൂംസ്ഡേ ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻ വരുന്ന സിനിമയും കൂടി ഞാൻ കണ്ടോണ്ട് പറഞ്ഞ അടിപൊളി പടം തന്നെയാണ്. ഒരു മസ്റ്റ് വാച്ച് മാർവൽ സിനിമ തന്നെ ആയിരിക്കും ഇത്. എന്തായാലും പോയി കാണുക. നമ്മുടെ ജിയോ സ്റ്റാറിൽ നവംബർ 5-ാം തീയതി മുതലാണ് അവൈലബിൾ ആവാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ GV പ്രകാശ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് OTT റിലീസിന് വരുന്ന ഒരു തമിഴ് സിനിമയാണ് ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞ സിനിമ. ഒക്ടോബർ 31-ാം തീയതിയാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നാണ് സിനിമ നിലവിൽ ഒഫീഷ്യലായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സൺനെക്സ്റ്റിലും അതുപോലെ തന്നെ ഇന്ത്യന്റെ വെളിയിലെ സിംപ്ലി സൗത്തുമായിട്ടാണ് നിലവിൽ സിനിമ OTT റിലീസ് നടന്നിരിക്കുന്നത്. കാണാത്തവരെ പോയി കാണുക. കണ്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ വിജയ് ആന്റണി അഭിനയിച്ച ശക്തി തിരുമകൻ എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. നിലവിലെ സിനിമ തമിഴ്, അതുപോലെ തന്നെ മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷകളിലെ ജിയോ സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടം കണ്ടവർ ഒരു ആവറേജ് റെസ്പോൺസ് ആണ് ബേസിക്കലി കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക മറക്കാതെ. മറ്റൊരു തമിഴ് ചിത്രത്തിന്റെ OTT റിലീസാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ. അമിതാഭ് ബൈജു അതുപോലെ തന്നെ പ്രദീപ് രംഗനാഥൻ അഭിനയിച്ച സിനിമയും കൂടിയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ നവംബർ മാസം 14-ാം തീയതിക്കാണ് സിനിമയുടെ OTT റിലീസ് കൺഫേം ആക്കിയിരിക്കുന്നത്. അതും തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നവംബർ മാസം 14-ാം തീയതി കാത്തിരിക്കാൻ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ ഡ്യൂഡ് എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. പടം തിയേറ്ററിൽ കണ്ടവർ എന്തായാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുക. കാണാത്തവരുടെ എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നൊരു സിനിമ OTT റിലീസിനായിട്ട് കാത്തിരിക്കുക. മറ്റൊരു ധനുഷ് സിനിമയാണ് ഇഡ്ലി കട എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഒഫീഷ്യലായിട്ട് OTT റിലീസ് നടന്നിരിക്കുകയാണ്. ഒക്ടോബർ 29-ാം തീയതി മുതലാണ് സിനിമയുടെ OTT റിലീസ് ഒഫീഷ്യലായിട്ട് നടന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിട്ട്. ബോക്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ആവറേജ് ആണ്. എന്നാൽ പോലും സിനിമ ഒഫീഷ്യലായിട്ട് OTT റിലീസിന് വന്നിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സില്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ധനുഷിന്റെ ഈ ഒരു സിനിമയുടെ OTT റിലീസ്. കാണാത്തൊരു പോയി കാണുക. കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.
അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ഈ വർഷത്തെ 300 കോടി സിനിമയാണ് നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന ഒക്ടോബർ 31 നാളെ നമ്മുടെ ജിയോ സ്റ്റാർ വഴി OTT റിലീസിന് പോവുകയാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കു കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഭാഷകളിലായിട്ട്. സിനിമേന്റെ OTT റിലീസ് ജിയോ സ്റ്റാർ ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും സിനിമേന്റെ ട്രെയിലർ അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ഒക്കെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ജിയോ സ്റ്റാറിന്റെ വകയായിട്ട് പുതിയ OTT റിലീസ് ഡേറ്റ് ഒക്കെ കൺഫേം ആയിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നാളെ സിനിമേന്റെ ഒഫീഷ്യൽ OTT റിലീസിനായിട്ട്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഗ്ലോബൽ റീച്ച് കിട്ടിയാണ് നമ്മുടെ ടൊവിനോന്റെ മിന്നിൽ മുരളി സിനിമ പോലെ. അടുത്ത കാന്തര ചാപ്റ്റർ 1 എന്ന സിനിമേന്റെ OTT റിലീസ് ആണ്. നിലവിൽ സിനിമേന്റെ OTT റിലീസ് നമ്മുടെ ആമസോൺ പ്രൈം ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പ്രൊമോ വീഡിയോയില്. നാളെ ഒക്ടോബർ 31 കന്നഡ തെലുങ്ക് തമിഴ് മലയാളം ഭാഷകളിൽ നമ്മുടെ ആമസോൺ പ്രൈമിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ ഹിന്ദി പകർപ്പ് 8 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും OTT റിലീസിന് കൈമാറുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നവംബർ 27 ആയിരിക്കും സിനിമയുടെ ഹിന്ദി പകർപ്പ് ആമസോൺ പ്രൈമിൽ OTT റിലീസിന് പോകുന്നത്. എന്തായാലും സിനിമേന്റെ തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഭാഷകൾ നമുക്ക് ഒക്ടോബർ 31 മുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ആമസോൺ പ്രൈമിലൂടെ. ഇത്രയും സിനിമകളുടെ OTT റിലീസായിട്ട് കാത്തിരിക്കാൻ ചെയ്യുക. നമുക്ക് അതിന് പക്ഷേ ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.